ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലവ് ഇൻ ദ ബിഗ് സിറ്റിയിലെ എപ്പിസോഡ് 6ന്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കും. യങ് ഒരു ദിവസം അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ബാറിലിരിക്കുമായിരുന്നു. അവർ പരസ്പരം ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുന്നുണ്ട്. പക്ഷേ യങ് ആകെ സെഡായിട്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സിമ്മുമായിട്ട് ഇവൻ ഇപ്പോഴും പ്രശ്നമാണല്ലോ. ഇത് അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോ നിങ്ങൾ എത്ര നാളായി ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഒരുത്തൻ ചോദിച്ചു. ഏതാണ്ട് 1 വർഷം ആവാറായി. അപ്പൊ വേറൊരുത്തൻ നിങ്ങൾ അവസാനമായിട്ട് എന്നാ സെക്സ് ചെയ്തത് എന്ന് ചോദിച്ചു. യങ് അത് ആലോചിക്കവേ നീ ചോദിച്ചുടനെ ആൻസർ പറഞ്ഞില്ല, അപ്പൊ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്ന് വേറൊരുത്തൻ പറഞ്ഞു. ഒരു 3-4 മാസമൊക്കെ ആയി കാണും. ഇവന്റെ മറുപടി കേട്ട് 3 ഞെട്ടി. പണ്ട് എങ്ങനെ നടന്ന യങ്ങ, നീ ഒരു കാര്യം ചെയ്, അവനെ കൊണ്ട് എങ്ങോട്ടേലും ട്രിപ്പ് പോയ പ്രശ്നം ശരിയാവുന്ന നിങ്ങൾക്ക് ഉറപ്പാ? പിന്നല്ലാതെ, ഞാനും എന്റെ ബോയ് ഫ്രണ്ടും അടിയായപ്പോ ബാലിക്ക് പോയി. അവിടെ ചെന്ന് എന്റെ ബെഡിലെ കഴിവൊക്കെ കണ്ട് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നമൊക്കെ അങ്ങ് സോൾവ് ആയി. നീയും അത് ട്രൈ ചെയ്. യങ്ങിനും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. അവൻ സിമ്മിനോട് നമുക്ക് എവിടെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചു. ഇതിപ്പോ എന്താ ട്രിപ്പ് പോവാൻ? അല്ല, എങ്ങോട്ട് പോവാനാ പ്ലാൻ? ബാങ്കോക്ക്. ഇത് കേട്ട് സിമ്മ് ഒരുമാതിരിയായി. ട്രിപ്പ് പോണതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പാസ്പോർട്ട് ഇല്ല. ഇതിനാണോ ഇവൻ ഇത്രയും ബിൽഡപ്പ് ഇട്ടെന്ന് വിചാരിച്ച് യങ് ചിരിച്ചു. സിമ്മ് ഇതുവരെ അബ്രോഡ് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യങ് അവിടേക്ക് തന്നെ പോവാമെന്ന് ഉറപ്പിച്ചു. അടുത്ത സീനിൽ രണ്ടാളും ഒരു ബാത്തപ്പിൽ കിടന്ന് ബാങ്കോക്കിന്റെ ബ്യൂട്ടി ആസ്വദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. രണ്ടാളും കിസ്സൊക്കെ ചെയ്ത് കുറച്ചു നേരം കൂടി അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. രാവിലെ അവർ സിറ്റി കാണാൻ ഇറങ്ങി. പോകുന്ന വഴിക്ക് മഴ പെയ്തപ്പോ രണ്ടാളും മഴയത്ത് കൂടെ ഓടി. സിമ്മ് ഓടി ഓടി റോഡിൽ ചെന്ന് കിടന്നു. അവനെ എണീപ്പിക്കാൻ ചെന്ന യങ്ങിനെ അവൻ റോഡിലേക്ക് പിടിച്ചു കിടത്തി. അവരെന്നിട്ട് കൈകോർത്ത് അവിടെ കിടന്നു. ഈ സീൻ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. യങ്ങപ്പോ കൈലിയെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞപ്പോ നീ അതൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതേടാ, അതുണ്ടേലും ഇല്ലേലും നീ തന്നെയാണ്. അതാണ് എനിക്ക് നിന്നെ ഇഷ്ടമാവാൻ കാരണം എന്ന് സിമ്മു പറഞ്ഞു. രാത്രി അവരൊരു ക്ലബിൽ പോയി. അവിടെ വെച്ച് അവരെ ചുറ്റുമുള്ളതെല്ലാം മറന്ന് ഹഗ് ചെയ്തുകൊണ്ടിരുന്നു. രണ്ടാളും ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ തിരിച്ച് സിയോളിൽ എത്തിയപ്പോൾ വീണ്ടും കാര്യങ്ങൾ പഴയ പോലെയായി. സിം ഒരു ദിവസം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് യങ്ങിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഡേറ്റിംഗ് ആപ്പ് വഴി ആരെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. അത് പറ്റാത്തോണ്ട് അവൻ തിരിച്ച് യങ്ങിന്റെ അടുത്തേക്ക് തന്നെ വന്നു. യങ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും വലിയ മൈൻഡൊന്നും ചെയ്തില്ല. സിം ഇറങ്ങിയപ്പോൾ യങ് രാവിലെ എണീക്കാൻ അലാംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ അതൊക്കെ ഓഫ് ചെയ്തു. കാരണം സിം അവിടെ ഉള്ളപ്പോൾ അവൻ അലാത്തിന്റെ ആവശ്യമില്ല. അവർ തമ്മിൽ പഴയ സ്പാർക്കൊന്നും ഇല്ലാണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോയി. സിമ്മ ജോലിയിൽ നല്ലതായോണ്ട് അവന് ഹെഡ് നഴ്സായിട്ട് പ്രൊമോഷൻ കിട്ടി. നീ എത്ര എളുപ്പത്തിലാടാ പ്രൊമോഷനൊക്കെ വാങ്ങണേന്ന് പറഞ്ഞ് യങ് സന്തോഷത്തോടെ സിമ്മിന് ഫുഡ് വായിൽ വെച്ച് കൊടുത്തു. അടുത്ത വർഷം ചൈനയില് അവർ പുതിയൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ടാക്കുന്നുണ്ട്. കുറച്ച് ഹെഡ് നഴ്സിനെ അങ്ങോട്ട് അയക്കുന്നുണ്ടാവും. ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായാൽ നമുക്ക് അങ്ങോട്ട് പോവാം. മാത്രമല്ല, ഇവിടെ തന്നെ കള്ളും ഡബിൾ ആണ് സാലറി. ചീഫിന് എന്നെ ഇഷ്ടമാണ്, അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അവർ പോവാൻ സമ്മതിക്കും. സിമ്മ ഇത് പറയണ കേട്ട് യങ്, നിനക്കതിന് ചൈനീസ് ഫുഡ് ഇഷ്ടമല്ലല്ലോ, പിന്നെ 2 വർഷം നീ അവിടെ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ സിമ്മ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട്, നീ എൻ്റെ കൂടെ ചൈനയിലേക്ക് വാടാ, നീ ഇല്ലാണ്ട് ഞാൻ പോവില്ല. ഇതുപോലെ നല്ലൊരവസരം എനിക്ക് കിട്ടത്തില്ല. ഞങ്ങപ്പോ കുറച്ചു നേരം ആലോചിച്ചിട്ട് എങ്കിൽ പിന്നെ വന്നേക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് സിമ്മിന് സന്തോഷമായി. അവരങ്ങനെ ചൈനീസ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. യങ് ചൈനയിലെ അവരുടെ കമ്പനിയിലേക്ക് മാറാൻ തീരുമാനിച്ചു. പക്ഷേ അതിനാവശ്യമുള്ള ഡോക്യുമെന്റ്സ് നോക്കുമ്പോഴാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് കാണിക്കുന്നത്. കയ്യിലുള്ളോണ്ട് അവൻ എന്തായാലും ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഇതറിഞ്ഞ് സിമ്മിന് ഭയങ്കര സങ്കടാവാണ്. യങ്ങപ്പോ സാരമില്ലടാ, അല്ലേലും ഞാൻ ലാംഗ്വേജ് ടെസ്റ്റ് ഫെയിൽ ആയേനെ എന്ന് പറഞ്ഞ് സിമ്മിന്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. നീ ഇല്ലാണ്ട് ഞാൻ പോയിട്ട് എന്തിനാ? ഞാൻ പോണില്ല, വേറെ നല്ല സാലറി ഉള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാൽ യങ് അവനെ പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അവരൊന്നിച്ച് സിമ്മിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തു. അവരൊന്ന് ബാങ്കോക്കിൽ പോയപ്പോൾ ഒരുപോലത്തെ ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സിം ആ ടീഷർട്ട് എടുത്ത് വെക്കാൻ പോയപ്പോൾ യങ് അതിന് സമ്മതിച്ചില്ല. ആ ടീഷർട്ടിന്റെ തുളയിലൂടെ കൈയിട്ടിട്ട്, ഇത് ചീത്തയായില്ലടാ, ഞാൻ നിനക്ക് വേറൊന്ന് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് യങ് ആ ഡ്രസ്സ് മാറ്റിവെച്ചു. അവരുടെ റിലേഷൻഷിപ്പ് തീരാറായെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രണ്ടാൾക്കും ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. സിമ്മ് പോകുന്നതിന് തലേ ദിവസം രണ്ടാളും ഒരേ ബെഡിൽ കെട്ടിപ്പിടിച്ചു കിടന്നു. യങ്ങിന് എന്നാൽ ഉറങ്ങാൻ പറ്റിയില്ല. സിമ്മ് ഒരൊച്ചയും ഇല്ലാണ്ട് കിടക്കുന്നത് കാണുമ്പോൾ യങ്ങിന് തോന്നാറുണ്ട്, അതായത് സിമ്മ് സ്വന്തം വീട്ടിലല്ല കിടക്കുന്നതെന്ന് കരുതുന്നത് കൊണ്ടാവാം ഇവൻ ഇങ്ങനെയെന്ന്.
ഈവൻ തോ 1 വർഷത്തിൽ കൂടുതലായിട്ടും അവന് സ്വന്തമായിട്ട് ഈ വീടിനെ കാണാൻ പറ്റാത്തത് തന്റെ തെറ്റായിരിക്കുമോ എന്ന് യങ് ചിന്തിച്ചു. അടുത്ത ദിവസം സിമ്മിനെ കൊണ്ടുവിടാൻ യങ്ങും കൂടെ പോയി. എയർപോർട്ടിൽ വെച്ച് നീ ഞാൻ വരുന്നവരെയും വെയിറ്റ് ചെയ്യോ എന്ന് സിമ്മു ചോദിച്ചു. നീ പുതിയൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നേ, അവിടെയുള്ള ആരെങ്കിലും ഡേറ്റ് ചെയ്താൽ നിനക്ക് ഈസി ആയിട്ട് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആക്കാം. ഇത് പറഞ്ഞ് യങ് ചിരിച്ചു. എന്നാൽ സിമ്മിന് ഇത് കേട്ട് ഒരുമാതിരിയായി. നീ എന്തിനാ ചിരിക്കണേ? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എപ്പോഴും ചിരിക്കുമല്ലോ, എനിക്ക് ചിരിക്കാൻ മാത്രമേ പറ്റൂ. നമ്മള് ബ്രേക്കപ്പ് ആവുകയാണോ? ഇതിനുത്തരം സിമ്മിന് അറിയാമെങ്കിലും അവനത് ചോദിക്കുക തന്നെ ചെയ്തു. നീ ചോദ്യം ചോദിക്കുന്നത് നിർത്തടാ, ഞാനിനി ആൻസർ തരാൻ കൂടെ കാണില്ല. സിമ്മ് ഉള്ളിലെ സങ്കടം അടക്കി ഞാനില്ലാണ്ട് നീ ഓക്കെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു. യങ് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. സിം ഇത് കണ്ട് ദേഷ്യം വന്ന് തന്റെ കയ്യിലിരിക്കുന്ന ബർഗർ യങ്ങിന്റെ മടിയിൽ വെച്ചിട്ട് തിരിഞ്ഞു നോക്കാണ്ട് ഒരൊറ്റ പോക്ക്. യങ്ങിനും വേറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. യങ് തിരിച്ചൊറ്റയ്ക്ക് അവന്റെ വീട്ടിലേക്ക് കണ്ണീരോടെ ആ ബർഗറും കഴിച്ച് പോവുകയാണ്. ഇവിടെ തീരുവാണ് നമ്മുടെ എപ്പിസോഡ് 6.